قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ-റഹീമീനായ റബ്ബ് എല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ മാസം റമദാനായിരുന്നു, അഥവാ നോമ്പ് കാലമായിരുന്നു. ഈ മാസം ശവ്വാലാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കാലമാണ്. കഴിഞ്ഞ മാസം നോമ്പ് കാലമായിരുന്നു, ഈ മാസം തെരഞ്ഞെടുപ്പ് കാലമാണ്. നോമ്പുകാലത്ത് നാം ദൈവിക നിയമങ്ങളോട് കട്ട സപ്പോർട്ടായിരുന്നു. അഥവാ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇടയത്താഴം എഴുന്നേൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക്. പക്ഷെ എന്നിട്ടും അള്ളാഹുവിനെ ഓർത്ത് നാം നമ്മുടെ ശരീരത്തെ കിടക്കയിൽ നിന്ന് പറിച്ചെടുത്തു. അതുപോലെ തന്നെ സുബഹി ബാങ്കിന് മുൻപേ നാം ഭക്ഷണം കഴിക്കൽ നിർത്തും. കാരണം സൂക്ഷ്മതയുടെ ഭാഗമാണ്. അതിനിടയിൽ ഭക്ഷണപാത്രം കയ്യിലിരിക്കെ ബാങ്ക് കേട്ടാൽ ആ പാത്രത്തിലുള്ള ഭക്ഷണം അത്യാവശ്യം പെട്ടെന്ന് കഴിക്കാം എന്ന് പറയുന്നവരെ നാം കുരിശിലേറ്റും. കാരണം സൂക്ഷ്മതയാണ്. അതുപോലെ തന്നെ നോമ്പ് തുറക്കാൻ വേണ്ടി ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ നാം ഈത്തപ്പഴവും ഗ്ലാസ് വെള്ളവും കയ്യിലെടുത്ത് പിടിക്കും. തൊട്ടടുത്തുള്ള സലഫി പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ നാം നോമ്പ് തുറക്കില്ല. കാരണം അത് 2 മിനിറ്റ് മുൻപോ മറ്റോ ആണ്. നമുക്ക് പറയാനുള്ള കാരണം സൂക്ഷ്മതയാണ്. നമ്മുടെ പള്ളിയിൽ നിന്ന് തന്നെ ബാങ്ക് കേൾക്കണം, എങ്കിലേ നമ്മൾ നോമ്പ് തുറക്കുകയുള്ളൂ. അതുപോലെ തന്നെ നോമ്പ് കാലത്ത് സകലമാന തെറ്റായ വാക്വിചാര കർമ്മങ്ങളും നാം ഉപേക്ഷിച്ചു. കാരണം സൂക്ഷ്മതയാണ്, തഖ്വയാണ്, ദൈവബോധമാണ് എന്ന് നമുക്ക് പറയാനുള്ളൂ. ഇതിനൊക്കെ ന്യായം അതാണ്. ഞാൻ പറഞ്ഞത്, നോമ്പ് കാലത്ത് നാം ദൈവിക നിയമങ്ങളോട് കട്ട സപ്പോർട്ടായിരുന്നു എന്ന് പറയാനുള്ള കാരണം അതാണ്. അതേസമയം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉരുൾപൊട്ടലിൽ എല്ലാം ഒലിച്ചു പോകുന്നത് പോലെ നമ്മുടെ തഖ്വയും നമ്മുടെ സൂക്ഷ്മതയും നമ്മുടെ ദൈവബോധവും ഒക്കെ ഇങ്ങനെ ഒലിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം തെരഞ്ഞെടുപ്പ് കാലത്ത് കുറേ ആളുകളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തുമാകാം. നോമ്പ് കാലത്ത് അങ്ങനെയൊന്നും ആകാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്ക് എന്തുമാകാം, എങ്ങനെയുമാകാം
എന്ത് നെറികെട്ട വർത്തമാനവും എതിരാളിയെ തോൽപ്പിക്കാൻ വേണ്ടി, എതിർ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി നമുക്ക് പറയാം. ആ പറഞ്ഞതിനെ നമുക്ക് ന്യായീകരിക്കാം. അവിടെ നമ്മൾ ഈ പറയുന്ന ഒരു സൂക്ഷ്മതയും നമ്മൾ പാലിക്കാറില്ല. അത് നമ്മുടെ മതസൗഹാർദ്ദത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുമോ എന്നൊന്നും നമുക്കറിയേണ്ടതില്ല. അത് നമ്മുടെ സെക്യുലർ ഫാബ്രിക്കിനെ തകരാറിലാക്കുമോ എന്നൊന്നും നമുക്കറിയേണ്ടതില്ല. ആകെ നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, എന്ത് ചെയ്തിട്ടാണെങ്കിലും നമ്മുടെ സ്ഥാനാർത്ഥി ജയിക്കണം, അത്രമാത്രമേ ഉള്ളൂ. അതിനപ്പുറം ഇവിടുത്തെ മതസൗഹാർദ്ദത്തിന് എന്ത് സംഭവിക്കുന്നു, സോഷ്യൽ ഫാബ്രിക്കിന് എന്ത് സംഭവിക്കുന്നു, സെക്യുലർ ഫാബ്രിക്കിന് എന്ത് സംഭവിക്കുന്നു എന്നതൊന്നും നമ്മെ അലട്ടുന്ന പ്രശ്നമില്ല. സാധാരണ നമ്മൾ പറയാറില്ലേ, അബ്ദുറഹ്മാൻ എന്ത് അമാവാസി എന്ന് ചോദിച്ച പോലെ തെരഞ്ഞെടുപ്പ് കാലത്താണോ തഖ്വ എന്നാണ് നമ്മുടെ ചിന്ത. നമ്മൾ അങ്ങനെ പറയാറുണ്ടല്ലോ, തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ത് തഖ്വ എന്നതാണ്. അതായത് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള അടിസ്ഥാന കാരണം എന്താണെന്നറിയാമോ ആളുകൾ? അത് അവരെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള അടിസ്ഥാന കാരണം, ആളുകളിൽ നല്ലൊരു വിഭാഗം വിശ്വസിക്കുന്നു മതവും രാഷ്ട്രീയവും രണ്ടാണ് എന്ന ചിന്തയാണ് അടിസ്ഥാനപരമായി നമ്മുടെ ഈ ധാരണക്ക് കാരണം. ഇത് രണ്ടും രണ്ടാണ് എന്ന ചിന്ത. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഞാൻ ഈ മിമ്പറിൽ നിന്ന് നിങ്ങളോട് പറയാണ്, വരുന്ന 9-ാം തീയതി നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഇന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് ജുമാ കഴിഞ്ഞ് ഇവിടുന്ന് പോകാൻ പറ്റുമോ? നിങ്ങളെല്ലാവരും കൂടി എതിർക്കില്ലേ? നിങ്ങളെല്ലാവരും കൂടി ദേഷ്യപ്പെടൂലേ? നിങ്ങൾ പറയും, നിങ്ങൾ മതത്തിൻ്റെ കാര്യം പറഞ്ഞാൽ മതി, ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും, അത് ഞങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ് എന്ന് നിങ്ങൾ പറയില്ലേ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നിങ്ങളങ്ങനെ പറയാൻ കാരണം മതവും രാഷ്ട്രീയവും രണ്ടാണ് എന്ന ശക്തമായ ബോധമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇത് രണ്ടും രണ്ടാണ് എന്ന ബോധമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നിങ്ങൾ രാഷ്ട്രീയം ഇവിടെ പറയേണ്ടതില്ല, ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ മതത്തിൻ്റെ കാര്യം പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് മതവും രാഷ്ട്രീയവും രണ്ടാണ് എന്ന ബോധത്തിൽ നിന്നാണ്, ശക്തമായ ബോധത്തിൽ നിന്നാണ്, വെറും ഒരു ബോധത്തിൽ നിന്നല്ല, ശക്തമായ ബോധത്തിൽ നിന്നാണ്. നമ്മുടെ മതപണ്ഡിതന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഈ അടുത്ത നാളിൽ തന്നെ നമ്മുടെ കേരളത്തിലെ പ്രഗത്ഭരായ സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാർ ചാനലുകളോട് പറയും, നമ്മൾ കേട്ടിട്ടില്ലേ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഒരു മതസംഘടന എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഞങ്ങളുടെ അനുയായികൾക്ക് രാഷ്ട്രീയമുണ്ട്, അത് വ്യത്യസ്ത രാഷ്ട്രീയമാണുള്ളത്. ഞങ്ങൾക്ക് സംഘടന എന്നുള്ള നിലക്ക് രാഷ്ട്രീയമില്ല. ഞാൻ പറയുന്ന കാര്യം നന്നായി ശ്രദ്ധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പം അവർ പറയാണ്, ഞങ്ങൾക്ക് മതസംഘടന എന്നുള്ള നിലക്ക് രാഷ്ട്രീയമില്ല, പക്ഷെ ഞങ്ങളുടെ അനുയായികൾക്ക് രാഷ്ട്രീയമുണ്ട്, അത് വ്യത്യസ്ത രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഇലക്ഷൻ വരുമ്പോൾ വോട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ക്ലൈമാക്സ്. അതാണല്ലോ, ഒരു ഇലക്ഷൻ വരുമ്പോൾ വോട്ട് ചെയ്യുക എന്നുള്ള അതിൻ്റെ ക്ലൈമാക്സ്. അപ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങളുടെ അണികൾക്ക് അവർക്കിഷ്ടമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾ ഓരോരുത്തർക്കും അനുവാദം കൊടുത്തിട്ടുണ്ടെന്നാണ് നമ്മുടെ ബഹുമാന്യരായ പണ്ഡിതന്മാർ പറയാറ്. ഇതിനർത്ഥം എന്താണ്? ഒരു പഞ്ചായത്തിലേക്ക്, ഒരു മുനിസിപ്പാലിറ്റിയിലേക്ക്, ഒരു സംസ്ഥാനത്തേക്ക്, സർവോപരി രാജ്യത്തേക്ക്, രാജ്യത്തിൻ്റെ അധികാര കേന്ദ്രങ്ങളിലേക്ക് ആര് വരണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ആയിക്കോ എന്നല്ലേ പറയുന്നതിനർത്ഥം? അത് തന്നെയാണല്ലോ അതിൻ്റെ അർത്ഥം. ഞങ്ങൾക്ക് മതസംഘടന എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങളുടെ ആളുകൾക്ക് പക്ഷേ രാഷ്ട്രീയമുണ്ട്, അതാകട്ടെ വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലാണ് അവരുള്ളത്. ഒരു വസ്തുതയാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, നിങ്ങൾക്ക് തന്നെ ബോധ്യമുള്ള സംഗതിയാണ്. ആ പറയുന്നതിന് അർത്ഥം എന്താണ്? ഒരു മുനിസിപ്പാലിറ്റി ആര് ഭരിക്കണം, ഒരു പഞ്ചായത്ത് ആര് ഭരിക്കണം, ഒരു സ്റ്റേറ്റ് ആര് ഭരിക്കണം, സർവോപരി ഈ രാജ്യം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഓരോരുത്തരും തീരുമാനിച്ചോളും എന്നല്ലേ പറയുന്നതിൻ്റെ അർത്ഥം? അത് തന്നെയാണ് പറയുന്നതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തി തന്നാൽ മതി, അതല്ല അതിൻ്റെ അർത്ഥം. ഇങ്ങനെ നമ്മുടെ ബഹുമാന്യരായ പണ്ഡിതന്മാരടക്കം പറയുന്നത് എന്തുകൊണ്ടാണ്? മതവും രാഷ്ട്രീയവും
രണ്ടാണ് എന്ന ബോധത്തിൽ നിന്നാണ്. അത് രണ്ടും രണ്ടാണ് എന്ന ബോധത്തിൽ നിന്നാണ് ഈ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ സാധാരണ പറയാറില്ലേ ദീനും ദുനിയാവും. എന്താ എൻ്റെ അർത്ഥം? ഇതിൽ മതം ദീനിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ ദീനാണ് മതം, മതമാണ് ദീൻ. ഈ ദുനിയാവെന്ന് പറഞ്ഞതിൽ പെട്ടതാണ് ഈ രാഷ്ട്രീയം. ആണല്ലോ, അങ്ങനെയാണല്ലോ നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. മതം, മതേതരം എന്ന് നമ്മൾ പറയാറില്ലേ, അതിൽ മതം എന്താണ്? മതം, ദീൻ. മതേതരം എന്ന് പറഞ്ഞാൽ എന്താ? അതിൽപ്പെട്ടതാണ് രാഷ്ട്രീയം. ആത്മീയം, ഭൗതികം എന്ന് നമ്മൾ പറയാറില്ലേ, അതിൽ ആത്മീയത എന്താ? മതം. ഭൗതികത എന്ന് പറഞ്ഞാൽ എന്താ? ഈ രാഷ്ട്രീയം, അതിനോടനുബന്ധിച്ച മറ്റു കാര്യങ്ങൾ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ആളുകൾ ചിന്തിക്കാൻ എന്താണ് അടിസ്ഥാനപരമായ കാരണം? ഇത് രണ്ടും ഒന്നല്ല, ഇത് രണ്ടും രണ്ടാണ് എന്ന് ബാക്കിയുള്ള മതാനുയായികളെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന നമ്മളെ സംബന്ധിച്ച് നമ്മളൊന്ന് ചിന്തിക്കുക. ഇങ്ങനെ ആളുകൾ ചിന്തിക്കാൻ ഉള്ള അടിസ്ഥാനപരമായ കാരണം, നിരവധി കാരണങ്ങളുണ്ട്. നിരവധി കാരണങ്ങളുണ്ട് നമ്മളിങ്ങനെ ചിന്തിക്കാൻ. യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ ചിന്തിക്കാൻ പാടില്ലാത്തതാണ്. മതവും രാഷ്ട്രീയവും രണ്ടാണ് എന്ന് ചിന്തിക്കാൻ പാടില്ല ഒരു വിശ്വാസി. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. പക്ഷെ ഇങ്ങനെ ആയത് എന്തുകൊണ്ടാണ്? പണ്ഡിതന്മാരടക്കം, വിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ പഠിച്ച പണ്ഡിതന്മാരടക്കം, ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങളുടെ അനുയായികൾക്ക് രാഷ്ട്രീയമുണ്ട്, അവരാണ് തീരുമാനിക്കുന്നത് ആർക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്, ആ പറയുന്നതിലൂടെ അവർ പറയുന്നത് എന്താണ്? ഈ പഞ്ചായത്ത് ഭരിക്കേണ്ടത് ആരാണ്, ഈ മുനിസിപ്പാലിറ്റി ഭരിക്കേണ്ടത് ആരാണ്, ഈ സംസ്ഥാനം ഭരിക്കേണ്ടത് ആരാണ്, ഈ രാഷ്ട്രം ഭരിക്കേണ്ടത് ആരാണ് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുമെന്നാണ് ഈ പറയുന്നത്. അതുമ്പോൾ നിന്നിട്ട് വേണം ഞാൻ ഈ പറയുന്ന കാര്യത്തെ ചിന്തിക്കാൻ. അത് അവർക്കിഷ്ടമുള്ള ഇദ്ദേഹം തീരുമാനിക്കും, ഇദ്ദേഹം തീരുമാനിക്കും. പക്ഷെ തീരുമാനിക്കുന്ന രണ്ടും ഒന്നാവണമെന്നില്ല. അദ്ദേഹം വേറൊന്ന് തീരുമാനിക്കും, ഇദ്ദേഹം വേറൊന്ന് തീരുമാനിക്കും, അദ്ദേഹം വേറൊന്ന് തീരുമാനിക്കും. ഇങ്ങനെ തീരുമാനിക്കുന്നതാണല്ലോ ഈ പറയുന്നത്. അത് എത്രത്തോളം ലോജിക്കലാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുകൊണ്ടാണ് ഈ മതവും രാഷ്ട്രീയ ആ ചിന്ത വരാൻ കാരണം ഇതാണ്. ഈ മതവും രാഷ്ട്രീയവും രണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കാൻ മൗലികമായ പല കാരണങ്ങളുണ്ട്. അതിൽ ചരിത്രപരമായ കാരണങ്ങളുണ്ട്, അതിൽ മറ്റൊരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളുടെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, മുസ്ലിം ഭരണാധികാരികളടക്കം, മുസ്ലിം ഭരണാധികാരികൾ എന്ന് നമ്മുടെ ഇവിടുത്തെ ആളുകളല്ല, ഇസ്ലാമിക രാജ്യങ്ങൾ, ഇപ്പോൾ മുസ്ലിം രാജ്യങ്ങൾ മുൻകാലങ്ങളിൽ ഭരിച്ചിരുന്ന മുസ്ലിം ഭരണാധികാരികളടക്കം മൊത്തം ഭരണാധികാരികൾക്ക് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മതത്തെയും രാഷ്ട്രത്തെയും സെപ്പറേറ്റ് ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. അതവർ വളരെ വളരെ തന്ത്രപൂർവം സമർത്ഥമായി അത് സാധിച്ചെടുത്തു. അതിൽ മുസ്ലിം ഭരണാധികാരികളുണ്ട്, നമ്മളിന്ന് ബഹുമാനപൂർവ്വം കാണുന്ന മുസ്ലിം ഭരണാധികാരികളുണ്ട്. ഇത് രണ്ടും രണ്ടാണ്, ഇത് രണ്ടും രണ്ടാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഇത് രണ്ടിൻ്റെയും ഇടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ട്. ഈ സെപ്പറേഷൻ വരുമ്പോൾ എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ, ഇപ്പുറത്ത് കടക്കാൻ പറ്റില്ല, ഇപ്പുറത്തുനിന്ന് അപ്പുറത്ത് കടക്കാൻ പറ്റില്ല. ഇതിങ്ങനെ ആക്കൽ രാഷ്ട്രീയ താല്പര്യമായിരുന്നു. അങ്ങനെയാണ് നാം ഈ മിമ്പറിൽ നിന്ന് എപ്പോഴും പറയാറുള്ളത് പോലെ ഇസ്ലാമിനെ ഒരു അനുഷ്ഠാന മതമാക്കി മാറ്റിക്കളഞ്ഞത് ഇവിടെ നിന്നാണ്. അതിൻ്റെ എപ്പി സെൻറ്റർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ തുടക്കം ഇവിടെയാണ്. ഇത് രണ്ടും രണ്ടാണ് എന്ന് പറയൽ പലരുടെയും ആവശ്യമായിരുന്നു. അങ്ങനെയാണ് ഇസ്ലാം ആരാധനാ മതമായി മാറിയത്, ഇസ്ലാം ഒരു അനുഷ്ഠാന മതമായി മാറിയത്. ഇത് ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നതല്ല. ഇസ്ലാം ഒരു അനുഷ്ഠാന മതമാണോ അല്ലേ എന്നറിയാൻ നിങ്ങൾ ഒറ്റ പ്രാവശ്യം വിശുദ്ധ ഖുർആൻ അർത്ഥബോധത്തോടുകൂടി വായിച്ചാൽ മതി. ഞാൻ അതിൻ്റെ പല ന്യായങ്ങളും മിമ്പറിൽ നിന്ന് പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് നിങ്ങളുടെ ബുദ്ധിക്കാണ് വിട്ടുതരുന്നത്, നിങ്ങളുടെ ചിന്തക്കാണ് വിട്ടുതരുന്നത്. ഏറ്റവും വലിയ പ്രമാണ രേഖ വച്ചിട്ട് ആലോചിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ഖുർആൻ ഒന്ന് വിടർത്തി നോക്കിയാൽ നമുക്കറിയാൻ കഴിയും, ഇങ്ങനെയുള്ള ഒരു വിഭജനവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നടത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ നടത്തിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇന്നും അന്നും എന്നും എല്ലാവർക്കും അത് ആവശ്യമായിരുന്നു. ഒരർത്ഥത്തിൽ നമുക്കും അത് ആവശ്യമാണ്. ഇപ്പം ഞാനിത് രണ്ടും ഒന്നാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര സൂഹിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.
നിങ്ങളൊക്കെ ഇത് കേട്ട് സുഖിച്ചു പോകുന്നല്ല ഞാൻ വിചാരിക്കുക, നിങ്ങൾക്ക് ഇത് അസ്വസ്ഥത ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് രണ്ടും രണ്ടല്ല, ഇത് രണ്ടും ഒന്നാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മതം, രാഷ്ട്രീയം, ആത്മീയം, ഭൗതികം, മതം, മതേതരം എന്ന് പറയുന്ന ഒരു സെപ്പറേഷന് പ്രസക്തിയില്ല. ആ പ്രസക്തി ഇല്ലാത്തതിനൊരു യുക്തിയുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല, അതിനൊരു യുക്തിയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മതം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ദൈവിക നിയമങ്ങളാണ്. മതം എന്ന് പറഞ്ഞാൽ ദൈവിക നിയമങ്ങളാണ്, ദൈവിക മൂല്യങ്ങളാണ്. ആണല്ലോ, ഇത് നിഷേധിക്കാൻ ആർക്കും പറ്റില്ലല്ലോ. അപ്പോ മതവും രാഷ്ട്രീയവും രണ്ടാണ് എന്ന് പറയുന്നതിലൂടെ ദൈവിക നിയമങ്ങൾക്ക് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശനമില്ല എന്നല്ല പറയുന്നതിനർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ അതങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി. ദൈവിക നിയമങ്ങൾ, മതം എന്ന് പറഞ്ഞാൽ ദൈവിക നിയമമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മതം എന്ന് പറഞ്ഞാൽ ദൈവിക നിയമങ്ങളാണ്. ദൈവിക നിയമങ്ങളുടെ ഒരു കോംപ്ലക്സ് ആണ് മതം. ദൈവിക മൂല്യങ്ങളുടെ ഒരു കോംപ്ലക്സ് ആണ് മതം. അപ്പോ മതവും രാഷ്ട്രീയവും രണ്ടാണ് എന്ന് പറയുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, ആ പറച്ചിലൂടെ ഒരു ബാരിയർ വെക്കുന്നുണ്ട് രണ്ടിന്റെ ഇടയിലും. അതിന്റെ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവേശനമില്ല എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. അപ്പൊ അങ്ങനെയാണെങ്കിൽ മതം ദൈവിക നിയമമാണെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് മതത്തിന് പ്രവേശനമില്ല എന്ന് പറഞ്ഞാൽ ദൈവിക നിയമങ്ങൾക്ക് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശനം ഇല്ലാതാണ്. ഈ ദൈവിക നിയമങ്ങൾക്ക് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞാൽ സാക്ഷാൽ എന്താ അതിന്റെ അർത്ഥം? ദൈവത്തിന് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശനമില്ല എന്നാണ്. ആണല്ലോ, അങ്ങനെയാണല്ലോ അതിനർത്ഥം. അള്ളാഹുവിന് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശനമില്ല. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പ്രവേശനത്തിന് നിയന്ത്രണമുള്ള ഒരു അള്ളാഹു ആകുമോ? അധികാരത്തിന് അതിർവരമ്പുകളുള്ള ഒരു ദൈവമാകുമോ? ആവില്ല, ഒരിക്കലും ആവില്ല. ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിനെ കുറിച്ചാണ്, ദൈവത്തെ കുറിച്ചാണ് ഈ പറയുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞതാവില്ല. ഒരിക്കലും അധികാരത്തിന് നിയന്ത്രണമുള്ള ഒരു ദൈവം. നമ്മൾ ആരെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചല്ല. നമ്മൾ സംസാരിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറിച്ചല്ല. നമ്മൾ സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിനെ ഭരിക്കുന്ന ഭരണാധികാരിയെ കുറിച്ചല്ല. നമ്മൾ സംസാരിക്കുന്നത് രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച തമ്പുരാനെ കുറിച്ചാണ്, സർവേശ്വരനെ കുറിച്ചാണ്, ജഗദീശ്വരനെ കുറിച്ചാണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക മൻ തശാ വ തൻസിഉൽ മുൽക മിമ്മൻ തശാ വ തുഇസ്സു മൻ തശാ വ തുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആളുകൾക്ക് അധികാരം നൽകുന്ന അള്ളാഹുവിനെ കുറിച്ചാണ്, ആളുകളിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുന്ന അള്ളാഹുവിനെ കുറിച്ചാണ്, ആളുകൾക്ക് അന്തസ് നൽകുന്ന അള്ളാഹുവിനെ കുറിച്ചാണ്, ആളുകൾക്ക് അന്തസ് എടുത്തു കളഞ്ഞ് നിന്ദ്യത പ്രദാനം ചെയ്യുന്ന റബ്ബിനെ കുറിച്ചാണ്, എല്ലാ നന്മകളും കൈവശം വെച്ചിട്ടുള്ള അള്ളാഹുവിനെ കുറിച്ചാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആളുകൾക്ക് അധികാരം നൽകുന്ന അള്ളാഹുവിന് ആളുകൾ തന്നെ അധികാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇതിലൊരു വലിയ വിവരക്കേടും വിഡ്ഢിത്തരവും ധിക്കാരവും മറ്റെന്താണുള്ളത്? ആളുകൾക്ക് അധികാരം കൊടുക്കുന്നവനാണ് അള്ളാഹു. അതാണ് അള്ളാഹ് പറഞ്ഞത്, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തൂത്തിൽ മുൽക മൻ തശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം നൽകുന്നു. വ തൻസിഉൽ മുൽക മിമ്മൻ തശാ, അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരം തിരിച്ചെടുക്കുന്നു. എടുക്കുന്നതും കൊടുക്കുന്ന രീതി നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ആവണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും. ആ അള്ളാഹുവിന് നിയന്ത്രണം ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല, ആ ദൈവിക മൂല്യങ്ങൾക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല എന്ന് പറഞ്ഞാൽ അവനേക്കാൾ വലിയ ധിക്കാരി എന്താണുള്ളത്? ആരാണുള്ളത്? നമ്മളൊരു കാര്യം പറയുമ്പോൾ കേൾക്കാൻ എളുപ്പമാണ്. മതവും രാഷ്ട്രീയവും രണ്ടാണെന്ന് പറയാനും അതുപോലെ തന്നെ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവേശനമില്ല എന്ന് പറയാനും എളുപ്പമാണ്, കേൾക്കാനും സുന്ദരമാണ്. പക്ഷെ പറയുമ്പോൾ പറയുന്നത് ഇതാണെന്നുള്ള ബോധം നമുക്ക് വേണം. ഒരു കമ്പനി മുതലാളിക്ക് ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ പ്രവേശനത്തിന് നിയന്ത്രണം വെച്ചാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ കമ്പനിയിൽ ജോലിക്കെടുത്തിട്ടുള്ള ആളുകളാണ് ഈ തൊഴിലാളികൾ, ആ മുതലാളി ജോലിക്കെടുത്തിട്ടുള്ള ആളുകളാണ്. എന്നിട്ട് ആ തൊഴിലാളികൾ തന്നെ ആ മുതലാളിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക, അതെന്തിടപാടാണ്? അതുപോലെ തന്നെ ആ മുതലാളിക്ക് ആ തൊഴിലാളികളോട് ആജ്ഞാനിരോധനങ്ങൾ നൽകാനുള്ള അവകാശത്തിന് ആ തൊഴിലാളികൾ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തുക. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവോ? അങ്ങനെ ഒന്ന് സംഭവിക്കാൻ പറ്റുമോ? ഒരു കമ്പനിയിലെ തൊഴിലാളികളെല്ലാവരും കൂടി ആ കമ്പനിയുടെ മുതലാളിക്ക് ആ തൊഴിലാളികളോട് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള അധികാരത്തിന് നിയന്ത്രണം ഏർപ്പെടുന്ന ആരാ? ആ മുതലാളിയുടെ മുകളിലുള്ള ആളാണെങ്കിൽ നമുക്ക് മനസ്സിലാകും.
ആ മുതലാളി അപേക്ഷ സ്വീകരിച്ച് ആ കമ്പനിയിൽ എടുത്തിട്ടുള്ള തൊഴിലാളികൾ തന്നെ ഇത് പറഞ്ഞാലോ? അതാണിപ്പോൾ നമ്മൾ പറയുന്നത്. അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും, തെറ്റാണെന്ന ബോധം ഇല്ലെങ്കിലും തെറ്റാണെന്ന ബോധത്തോടു കൂടിയാണെങ്കിലും, പണ്ഡിതന്മാരാണെങ്കിലും ആരാണെങ്കിലും ഈ പറയുന്നതിലൂടെ പറയുന്നത് അതാണ്. അത് ധിക്കാരമാണ്, അത് വിവരക്കേടാണ്, അത് വിഡ്ഢിത്തരമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മതവും രാഷ്ട്രീയവും രണ്ടല്ല, ഒന്നാണ്. രണ്ടാണെന്ന് പറയുന്നതിലൂടെ സംഭവിക്കുന്നത് ഇതാണ്: ദൈവിക നിയമങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഒരിടം വിശ്വാസിയുടെ ജീവിതത്തിലില്ല. ദൈവിക മൂല്യങ്ങളെ കൈയൊഴിഞ്ഞുകൊണ്ടുള്ള ഒരിടം വിശ്വാസിയുടെ ജീവിതത്തിലില്ല, ഒരിക്കലുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? 51-ാം അധ്യായം സൂറത്തു ദാരിയാത്ത്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമല്ലാതെ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല, എനിക്ക് വിധേയപ്പെടാനല്ലാതെ ഞാൻ നിങ്ങളെ ആരെയും സൃഷ്ടിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് വിധേയപ്പെടലാണ് മനുഷ്യരുടെ പണി. അള്ളാഹുവിന് വിധേയപ്പെടലാണ് മനുഷ്യരുടെ പണി. അങ്ങനെ വിധേയപ്പെടാൻ വേണ്ടിയിട്ടാണ് ജിന്നിനെയും ഇൻസിനെയും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ല, നിങ്ങൾ എനിക്ക് ഭക്ഷണം തരേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ഭക്ഷണം തരുന്ന ആൾ ഞാനാണ്. നിങ്ങൾ എന്നെ ഊട്ടേണ്ട കാര്യമില്ല, നിങ്ങളെ ഊട്ടുന്ന ആൾ ഞാനാണ്. പിന്നെ എനിക്ക് നിങ്ങൾ ഭക്ഷണം തരേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എനിക്ക് വിധേയപ്പെട്ട് ജീവിക്കണം. എവിടെ? എല്ലായിടത്തും. അതിൽ ഈ സെപ്പറേഷൻ ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹുവല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അവനാണ് റബ്ബ്. ആ റബ്ബ് ഖലഖൽ മൗത വൽ ഹയാത, ജീവിതവും മരണവും സൃഷ്ടിച്ചു. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് അഹ്സനായ അമൽ ചെയ്യുന്നത്, ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് നിങ്ങളിൽ ആരാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി. ഇവിടെ എന്തെങ്കിലും സെപ്പറേഷൻ അല്ലാഹ് പറഞ്ഞോ? ഇന്ന മേഖലയിൽ നല്ലത് ചെയ്യുന്നത് ആരാണ് എന്ന ഒരു സെപ്പറേഷൻ അല്ലാഹ് നൽകിയിട്ടില്ല. നിങ്ങളുടെ ജീവിതവും മരണവും സൃഷ്ടിച്ചത് കംപ്ലീറ്റ്ലി, മുഴുവനായിട്ടുള്ള ജീവിതം, നമ്മുടെ മുഴുവനായിട്ടുള്ള ജീവിതമാണ്. ഈ ജീവിതം സൃഷ്ടിച്ചത് ഞാനാണ്. നിങ്ങൾ എന്തൊക്കെ, ഏതൊക്കെ, എവിടെയൊക്കെ വെച്ച് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ മുൻപിൽ എൻ്റെ ഖുതുബ കേൾക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മതമോ രാഷ്ട്രീയമോ എന്ന വിവേചനമില്ലാതെ അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ എവിടെയും പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കർമ്മങ്ങളും, വാക്വിചാര കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ ഹിസാബിന്, ചോദ്യത്തിന് വിധേയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബും അതീദും രേഖപ്പെടുത്തപ്പെടാതെ ഇന്ന മേഖലയിൽ ഒരു വാക്ക് നിങ്ങൾ ഉച്ചരിക്കുന്നില്ല എന്നല്ല അള്ളാഹ് പറഞ്ഞത്. റഖീബുൻ അതീദും രേഖപ്പെടുത്താതെ നിങ്ങൾ ഒരു വാക്ക് ഉച്ചരിക്കുന്നില്ല. അത് നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഉച്ചരിച്ചാലും ശരി, അത് നിങ്ങൾ മതത്തിൽ ഉദ്ധരിച്ചാലും ശരി, മതേതര രംഗത്ത് ഉദ്ധരിച്ചാലും ശരി, പറഞ്ഞാലും ശരി, അല്ല ആത്മീയ രംഗത്ത് പറഞ്ഞാലും ശരി, ഭൗതിക രംഗത്ത് പറഞ്ഞാലും ശരി, അതൊക്കെ രേഖപ്പെടുത്തും. അത് ഇന്ന മേഖലയിലെ രേഖപ്പെടുത്തൂല, ഇന്ന മേഖലയിലെ രേഖപ്പെടുത്തും എന്നല്ല പടച്ചാമ്പരാൻ പറയുന്നത്. നിങ്ങളുടെ കാഴ്ചയും കേൾവിയും നിങ്ങളുടെ ചിന്തകളും എല്ലാം ഉലായിക കാന മസ്ഊല, ഉത്തരം പറയേണ്ടതിന് കാരണമായിട്ടുള്ള കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ വിചാരണക്ക് വിധേയമാക്കപ്പെടും. ഏത്? നിങ്ങളുടെ സമഅ, നിങ്ങളുടെ ബസർ, നിങ്ങളുടെ കാഴ്ച, കേൾവി എല്ലാം. അവിടെ ഇന്ന മേഖലയിൽ നിങ്ങൾ നോക്കുന്നത്, ഇന്ന മേഖലയിൽ നിങ്ങൾ കേൾക്കുന്നത് എന്നുള്ള സെപ്പറേഷൻ ഇല്ല എല്ലാ മേഖലയിലും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നെറികേടുകൾ നമ്മൾ റമദാൻ മാസത്തിൽ നമ്മൾ ഒരു നെറികേടും ചെയ്യൂല. ഞാൻ പറഞ്ഞ പോലെ കട്ട സപ്പോർട്ടാണ്. രാഷ്ട്രീയത്തിൽ നമുക്ക് അതിന് പ്രശ്നങ്ങളില്ല. ആ മേഖലയിൽ എന്തുമാകാം, എങ്ങനെയുമാകാം. സാധാരണ നമ്മൾ പറയാറില്ലേ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സ്വർഗത്തിൽ പോകാനാണോ ഒന്ന്? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സ്വർഗത്തിൽ പോയത്. ഈ അടുത്ത ദിവസം കൂടി ഞാനൊരു ഒരു 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 വീഡിയോ ശ്രദ്ധിച്ചപ്പോൾ അതിനകത്ത് മുഖ്യ കഥാപാത്രം പറയുന്നത് ഇന്നത്തെ പുതിയ കാലത്തെ രാഷ്ട്രീയത്തെ ട്രോൾ ചെയ്തുകൊണ്ടുള്ള ഒരു സീരിയലാണ്. ആ സീരിയലിനകത്ത് പിന്നെ ഒരു സ്ഥാനാർത്ഥി പറയാണ്, എന്താ അദ്ദേഹം പറയുന്നത്? അല്ല സാറേ, പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സ്വർഗത്തിൽ പോകാനാണ്. ഇതെവിടുന്ന വരണമെന്നറിയാമോ? ഇതെവിടുന്ന വരണമെന്ന് ചോദിച്ചാൽ സ്വർഗത്തിൽ പോകാനുള്ള ഒരു എലമെന്റും രാഷ്ട്രീയത്തിൽ ഇല്ല. കാരണം രാഷ്ട്രീയത്തിലൂടെ അല്ല സ്വർഗത്തിൽ പോകേണ്ടത് എന്ന ചിന്തയാണ് ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. വിശ്വാസിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. രാഷ്ട്രീയ പ്രവർത്തനം, ഞാൻ ഈ മിമ്പറിൽ നിന്ന് പല ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വിശ്വാസിക്ക്
വളരെ മഹത്തരായ ഒരു ഇബാദത്താണ്. കാരണം അത് സാമൂഹ്യ സേവനമാണ്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യമാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ഏറ്റവും വലുത്. അത് ഖുർആൻ മറിച്ചു നോക്കിയാൽ, ഹദീസ് മറിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. ജനങ്ങളെ സഹായിക്കുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. ജനങ്ങളുടെ കണ്ണീരൊപ്പുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയാണ്. അപ്പൊ അത്തരമൊരു പ്രവർത്തനം സ്വർഗത്തിൽ പോകാൻ ഒരു വിശ്വാസിക്കുള്ള എളുപ്പ വഴിയാണ് എന്ന് ഞാൻ പറയുള്ളൂ. ഒരു എളുപ്പ വഴിയാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. ഈ നെറുകെട്ട രാഷ്ട്രീയ പ്രവർത്തനമല്ല. വിശ്വാസിക്ക് ഒരുപാട് സാധ്യതകളുള്ള ഒരിടമാണ്, ഒരുപാട് സ്പേസ് ഉള്ള ഒരിടമാണ്. അതിനെ ആകപ്പാടെ മലീമസമാക്കി വിശ്വാസിക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റാത്ത വിധം കടന്നു ചെല്ലാതിരിക്കലാണ് സ്വർഗത്തിൽ പോകാനുള്ള എളുപ്പവഴി എന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോയി. പൊളിറ്റിക്സ് ഈസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് സ്കൗണ്ടറൽ എന്ന് പറയുന്ന പോലെ, അഥവാ തെമ്മാടിയുടെ അവസാനത്തെ അഭയകേന്ദ്രമാണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ഒരവസ്ഥയിലായി കാര്യങ്ങൾ. പക്ഷേ എന്നതിൻ്റെ പേരിൽ വിശ്വാസിക്കും കൂടെ പോയി എന്തെങ്കിലുമൊക്കെ ആകാം എന്ന് നമ്മൾ വിചാരിക്കരുത്, എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, റമദാൻ മാസത്തിൽ നാം നേടിയെടുത്തത് ഇച്ഛാശക്തിയാണ്. നമ്മൾ മനസ്സിലാക്കണം, റമദാൻ മാസത്തിൽ നമ്മൾ നേടിയെടുത്തത് കുറെ കൂലിയല്ല. റമദാൻ മാസത്തിൽ നമ്മൾ നേടിയെടുത്തത് കുറെ കൂലിയല്ല. റമദാൻ മാസത്തിൽ നമ്മൾ നേടിയെടുത്തത് ഇച്ഛാശക്തിയാണ്. ഇടയത്താഴെ എഴുന്നേൽക്കാൻ നമുക്ക് ഒരു താല്പര്യം ഉണ്ടായില്ല. ഇടയത്താഴെ എഴുന്നേൽക്കാത്ത രൂപത്തിൽ നോമ്പ് പിടിക്കാൻ അള്ളാഹ് പറയണേ, അതാണ് നമുക്ക് ഇഷ്ടം. കാരണം ഉറക്കമധ്യേ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള സംഗതിയാണ്. പക്ഷേ അതിലൂടെ നമ്മളൊരു ഇച്ഛാശക്തി സംഭരിച്ച് കിടക്കയിൽ നമ്മുടെ ശരീരത്തെ പറിച്ചെടുത്തു. അതാണ് ഇച്ഛാശക്തി, ദൈവികമായ ഇച്ഛാശക്തി. അങ്ങനെ ആ ഇച്ഛാശക്തിയാണ് നമ്മൾ നേടിയത്. വേണ്ടാന്ന് വെക്കാനുള്ള ഇച്ഛാശക്തി, നെറുകേട് പറയാതിരിക്കാനുള്ള ഇച്ഛാശക്തി, നെറുകേട് ചെയ്യാതിരിക്കാനുള്ള ഇച്ഛാശക്തി, ദൈവിക സത്യത്തോടൊപ്പം നിൽക്കാനുള്ള ഇച്ഛാശക്തി, നീതിയോടൊപ്പം നിൽക്കാനുള്ള ഇച്ഛാശക്തി, ധർമ്മത്തോടൊപ്പം നിൽക്കാനുള്ള ഇച്ഛാശക്തി. ആ ഇച്ഛാശക്തി നമ്മൾ ഇവിടെ പ്രകടിപ്പിക്കണം. ആ ഇച്ഛാശക്തി പ്രകടിപ്പിച്ചാൽ മാത്രമേ നോമ്പ് നമുക്ക് ഉപകാരപ്പെട്ടു എന്ന് പറയാൻ കഴിയുള്ളൂ. അതാണ് ഇവിടെയാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ, കൂലിക്കല്ല നമ്മൾ ഇതൊന്നും ചെയ്യുന്നത്. ആരാധനാകർമ്മങ്ങൾ കൂലിക്കല്ല, ആരാധനാകർമ്മങ്ങളിലൂടെ ഇച്ഛാശക്തിയാണ് ഉണ്ടാകുന്നത്. ആ ഇച്ഛാശക്തി ആരാധനകളല്ലാത്ത മേഖലകളിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം. അവിടെ നമുക്ക് അതെടുത്ത് പ്രയോഗിക്കാൻ പറ്റണം. എങ്കിലേ നമ്മൾ വിജയിക്കുള്ളൂ, എങ്കിലേ നമ്മൾ വിജയിക്കാൻ പറ്റുള്ളൂ. ആ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ നോക്കിക്കാണേണ്ടത്. നമുക്ക് ആരുടെ മുമ്പിൽ നിന്നും നമുക്കൊന്നും മറച്ചു വയ്ക്കാനൊന്നും പറ്റൂല. യസ്തഗ്ഫൂന മിനല്ലാഹ് യസ്തഗ്ഫൂന മിനന്നാസി വലാ യസ്തഗ്ഫൂന മിനല്ലാഹ്. ജനങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങൾക്ക് മറച്ചു വയ്ക്കാൻ കഴിഞ്ഞേക്കും. ജനങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങൾക്ക് മറച്ചു വയ്ക്കാൻ പറ്റും. ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് പല ന്യായങ്ങളും നിരത്താൻ പറ്റും. വലാ യസ്തഗ്ഫൂന മിനല്ലാഹ്. അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് നിങ്ങൾക്ക് മറച്ചു പിടിക്കുക സാധ്യമേ അല്ല. വഹുവ മഅഹും ഇദ് യുബയ്യിതൂന മാ ലാ യർളാ മിനൽ ഖൗലി വകാന അല്ലാഹു ബിമാ യഅമലൂന മുഹീത്താ. രാത്രിയുടെ അന്ത്യാമങ്ങളിൽ നിങ്ങൾ നടത്തുന്ന ഗൂഢാലോചനകളിൽ ഉപയോഗിക്കുന്ന ഓരോ വാക്കും അറിയുന്നവനാണ് അല്ലാഹു. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നന്നായി വലയം ചെയ്ത് നിൽക്കുന്നവനാണ് അല്ലാഹു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് 4-ാം അധ്യായം സൂറത്തുൻ നിസായിൽ. യസ്തഗ്ഫൂന മിനന്നാസി വലാ യസ്തഗ്ഫൂന മിനല്ലാഹ്. നമ്മളൊക്കെ കേൾക്കേണ്ടതും അറിയേണ്ടതും ഓർത്തിരിക്കേണ്ടതുമായ വാചകമാണ്. യസ്തഗ്ഫൂന മിനന്നാസി വലാ യസ്തഗ്ഫൂന മിനല്ലാഹ്. ജനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മറച്ചു പിടിക്കാൻ കഴിഞ്ഞേക്കും, പക്ഷേ അള്ളാഹുവിങ്കൽ നിന്ന് നിങ്ങൾക്കൊന്നും മറച്ചു പിടിക്കാൻ കഴിയില്ല. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വലഖദ് ഖലഖനൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചത് നാമാണ്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു. അവൻ മറ്റൊരുത്തനോട് മന്ത്രിക്കുന്നതല്ല, അവൻ അവനവനോട് തന്നെ മന്ത്രിക്കുന്നത് അറിയുന്നവനാണ് ഞാൻ. അത്രയും അറിയാൻ മാത്രം വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അവന്റെ കണ്ടനാടിയേക്കാൾ അടുത്താണ് നാം നിലകൊള്ളുന്നത്. നീ മറ്റൊരാളോട് പറയുന്നതല്ല, ഞാൻ മറ്റൊരാളോട് പറയുന്നതല്ല, ഞാൻ എന്നോട് തന്നെ മന്ത്രിച്ചു. നമ്മളോട് തന്നെ മന്ത്രിക്കാറില്ലേ? അതുപോലും അറിയുന്നവനാണ്. അതറിയുന്നതിന് കാരണം നമ്മുടെ കണ്ടനാടിയേക്കാൾ അടുത്താണ് അല്ലാഹു നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, മതത്തെയും രാഷ്ട്രീയത്തെയും നമ്മൾ ഒരിക്കലും രണ്ടായി കാണാൻ പാടില്ല. മതവും രാഷ്ട്രീയവുമെല്ലാം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റ പ്ലാറ്റ്ഫോമാണ്. പിന്നെ കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി പ്രായോഗികമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ മതം രാഷ്ട്രീയം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ഇപ്പം പറയുന്നത്. അങ്ങനെ പറയാം, ഒരാൾക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇപ്പൊ പപ്പ എന്ന് പറഞ്ഞ ഒരാൾക്ക് മനസ്സിലാവൂലേ, മോനെ അത് ബാപ്പ എന്നാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. രണ്ടും ഒന്നാണ്.
എന്ന രൂപത്തിൽ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാം. അതിനപ്പുറം രണ്ടും രണ്ട് മേഖലയാണ്. ഒരു മേഖലയിൽ അതീവ സൂക്ഷ്മത വേണം, മറ്റേ മേഖലയിൽ ഇഷ്ടം പോലെ ആകാം എന്ന കാഴ്ചപ്പാടിൽ മതവും രാഷ്ട്രവും രണ്ടാണ്, മതവും രാഷ്ട്രീയവും രണ്ടാണ്, മതപരവും മതേതരവും രണ്ടാണ്, ആത്മീയവും ഭൗതികവും രണ്ടാണ് എന്നൊന്നും ഒരു വിശ്വാസി നോക്കിക്കാണാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നത്, വിശുദ്ധ ഖുർആൻ നമ്മൾ അർത്ഥബോധത്തോടുകൂടി ഒരു പ്രാവശ്യം വായിച്ചാൽ തന്നെ നമുക്ക് ഇത് നമ്മളെ കൊണ്ട് വായിപ്പിക്കൂലല്ലോ. അതാ പ്രശ്നം അതാണ്. ഇത് നമ്മളെ കൊണ്ട് വായിപ്പിക്കൂല. ഇത് വായിച്ചാൽ ആർക്കും മനസ്സിലാകും. അതിനൊരുപാട് അറബി കോളേജിലൊന്നും പോകേണ്ട കാര്യമില്ല. എല്ലാ വിശദാംശങ്ങളൊന്നും നമുക്ക് മനസ്സിലാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആർക്കും മനസ്സിലാവും. അതുപോലെ തന്നെ ഒരു കാര്യമാണ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്ത്യയുടെ ഒരു സാമൂഹിക സാഹചര്യത്തിൽ, രാഷ്ട്രീയ സാഹചര്യത്തിൽ, നിങ്ങൾ ഗൗരവമായി ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, ഇന്ത്യയുടെ ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഒരു മുനിസിപ്പാലിറ്റി ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും അതുപോലെ തന്നെ സംസ്ഥാനമാണെങ്കിലും രാജ്യത്താണെങ്കിലും അധികാരത്തിൽ വരേണ്ടത് ആരാണ് എന്ന് തീരുമാനിക്കേണ്ടത് ഒറ്റക്കൊറ്റക്കാണെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അത് ഒറ്റക്കൊറ്റക്ക് തീരുമാനിക്കേണ്ട കാര്യമാണെന്ന്? ഒരിക്കലും അത് ഒറ്റക്കൊറ്റക്ക് തീരുമാനിക്കേണ്ട കാര്യമില്ല. യുക്തിപൂർവവും അത് ശരിയല്ല, ഇസ്ലാമികമായിട്ടും അത് ശരിയാവില്ല. വിശുദ്ധ ഖുർആനിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അർത്ഥബോധത്തോടുകൂടി ഒന്ന് കണ്ണോടിച്ചു പോയാൽ ആർക്കും മനസ്സിലാകും. അങ്ങനെ ഒറ്റക്കൊറ്റക്ക് തീരുമാനിക്കേണ്ട കാര്യമില്ല. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അങ്ങനെ ഒറ്റക്കൊറ്റക്ക് തീരുമാനിക്കേണ്ട ഒരു കാര്യമേ അല്ലാതെ ഇന്ത്യയുടെ ഒരു സാമൂഹിക സാഹചര്യത്തിൽ. കാരണം ഒരു ചില്ലറ കാര്യമല്ല, തങ്ങളെ മനുഷ്യരെ ഭരിക്കേണ്ടതാരാണെന്ന് തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ ഒരു സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അത് ഞാൻ ഒറ്റക്ക് തീരുമാനിക്കും, അവിടെ ഞാൻ കൊണ്ടുപോയി കുത്തും, നിങ്ങൾ ഒറ്റക്ക് തീരുമാനിക്കും, അവിടെ നിങ്ങൾ കൊണ്ടുപോയി കുത്തും എന്ന രീതിയിലൊന്നും ചെയ്യേണ്ട ഒരു കാര്യമല്ല അത്. അതല്ല എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക യുക്തിക്കും മനസ്സിലാകും, ഖുർആനൊന്ന് വായിച്ചാൽ അത് മനസ്സിലാകും. പിന്നെ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അതൊക്കെ പാരമ്പര്യമായി നമ്മൾ അങ്ങനെയുള്ള ഒരു കോമ്പൗണ്ട് വാളിനകത്താണ് നിൽക്കുന്നത്. അതിനപ്പുറത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റണില്ല. ഇതിൻ്റെയൊക്കെ എല്ലാറ്റിൻ്റെയും പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഖുർആനിൽ നിന്ന്, ഇസ്ലാമിൻ്റെ പ്രമാണ രേഖയിൽ നിന്ന് നമ്മൾ ഇസ്ലാമിനെ പഠിക്കാൻ സന്നദ്ധമാകാറില്ലാത്തത് കൊണ്ടാണ്. സ്വർഗമാണ്, അള്ളാഹുവാണ്, പരലോകമാണ് നമ്മുടെയൊക്കെ ലക്ഷ്യമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒഴുക്കിനൊത്ത് ചിന്തിച്ചു പോകേണ്ടവരല്ല. ചുരുക്കം ചെയ്തില്ലെങ്കിലും എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ബോധം വേണം. നമ്മൾ ഈ അങ്ങനെ നിന്ന് പാരമ്പര്യമായി ഇങ്ങനെ പോയി ആ ബോധമൊക്കെ നമുക്ക് പോയി. ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും തെരഞ്ഞെടുപ്പാണ്. 9-ാം തീയതി നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ഒരു അമാനത്താണ്. അത് ലാഘവത്തോടുകൂടി ചെയ്യേണ്ടതല്ല, അത് വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ചെയ്യേണ്ടതാണ്. എന്താണ് അതിൻ്റെ ഉത്തരവാദിത്വ ബോധം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോയി വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആർക്കാണ് ചെയ്തത് എന്നറിയാവുന്ന ഒരേ ഒരു ശക്തി എവിടെ ഉള്ളൂ, അത് പ്രപഞ്ചത്തിൻ്റെ നാഥനാണ്. പിന്നെ ചെയ്ത ആൾക്ക് മാത്രമേ അറിയുള്ളൂ. വേറെ ആർക്കും നിങ്ങൾ ആരൊക്കെയാണ് വോട്ട് ചെയ്തത് എന്നറിയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ വോട്ടിന് ആകെ സാക്ഷി നമ്മൾ വിശ്വസിക്കുന്ന ഹയ്യുൽ ഖയ്യൂമായിട്ടുള്ള പടച്ചതമ്പുരാനാണ്. അതുകൊണ്ട് തന്നെ നാളെ ഈ ഭൂമിയിൽ നിന്ന് പോയതിന് ശേഷം ആ ഓരോ വോട്ടിനും അവൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. ഇലക്ഷനാണല്ലോ, തെരഞ്ഞെടുപ്പല്ലേ, തെരഞ്ഞെടുപ്പിൽ എന്ത് തക്കുവ, നമുക്കിഷ്ടമുള്ളടത്ത് നമ്മൾ വോട്ട് ചെയ്യും, അതാണ് എനിക്ക് താല്പര്യം, അതാണ് എനിക്ക് നേട്ടം എന്നൊക്കെ വിചാരിച്ച് നമുക്ക് ചെയ്തു പോകാം. അതിനൊന്നും ആരും തടസ്സമൊന്നുമില്ല. ഇതൊരു ജനാധിപത്യ സംവിധാനമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന സ്വലാത്തി വ നുസുഖി വ മഹ്യായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് 5 പ്രാവശ്യവും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് 17 പ്രാവശ്യവും നിരന്തരമായി അള്ളാഹുവിൻ്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് കണക്ക് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നാണ്. ആ ഒരു ബോധം നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനം മുന്നിൽ കാണുന്ന, നമ്മുടെ സംസ്ഥാനത്തിന് വികസനം കാഴ്ചവെക്കാൻ കഴിയുന്ന, നമ്മുടെ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കപ്പെടാത്ത, നമ്മുടെ സെക്യുലർ ഫാബ്രിക്കിന് പരിക്കുകൾ ഏൽപ്പിക്കാത്ത ആർക്കാണോ വോട്ട് ചെയ്യേണ്ടത് അവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക. അത് നിങ്ങൾ ചിന്തിക്കുക.
ആ ഒരു ബസീറത്ത് ഉൾക്കാഴ്ച നമ്മൾ പ്രകടിപ്പിക്കണം. ഈ മതസൗഹാർദ്ദവും ഈ മതേതരത്വവും ഇവിടെ നിലനിൽക്കേണ്ടതാണ്. ഈ വികസനം നമ്മുടെ മുന്നോട്ടുള്ള പുരോഗതിക്ക് വളരെ അനിവാര്യമാണ്. അതിനാർക്കാണോ വോട്ട് ചെയ്യേണ്ടത് അവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക, അതിനുള്ള ഉൾക്കാഴ്ച കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഉൾക്കാഴ്ച നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചതമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.